സതീഷിന്റെ വസതിയിലേക്ക്, പ്രതിപക്ഷ നേതാവിന്റെ വസതിയിലേക്ക് യുവമോർച്ച പ്രവർത്തകർ മാർച്ച് നടത്തുകയാണ്. തത്സമയ ദൃശ്യം. പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളെ, സഹപ്രവർത്തകരെ, ഇന്ന് ഇതുപോലെ പ്രതിപക്ഷ നേതാവിന്റെ ഈ വീട്ടുപടിക്കൽ കേരളത്തിലെ യുവജന സംഘടന എന്ന നിലക്ക്, കേരളത്തിലെ പ്രതിപക്ഷ യുവജന സംഘടന എന്ന നിലക്ക് യുവമോർച്ച ഇതുപോലൊരു പ്രതിഷേധവുമായി വന്നു നിൽക്കാനുള്ള സാഹചര്യം കേരളത്തിലെ എല്ലാ പൊതുമാധ്യമങ്ങളിലൂടെയും ദൃശ്യമാധ്യമങ്ങളിലൂടെയും എല്ലാം തന്നെ ഈ നാട്ടിലെ മുഴുവൻ ആൾക്കാർക്കും അറിയാവുന്നതാണ്. ഈ നാട്ടിൽ ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട, ഈ നാട്ടിൽ ജനാധിപത്യപരമായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന നമ്മളെപ്പോലുള്ള യുവജന പ്രവർത്തകർക്ക് പോലും നാണക്കേടും മാനക്കേടും ഉണ്ടാക്കുന്ന തരത്തിൽ, അപമാനമുണ്ടാക്കുന്ന തരത്തിൽ, കേരളത്തിന്റെ പൊതുസമൂഹത്തിന് മുമ്പിൽ യുവരാഷ്ട്രീയക്കാരനാണ് എന്ന് പൊതുസമൂഹത്തിന് മുമ്പിൽ ഇറങ്ങാൻ സാധിക്കാത്ത തരത്തിൽ രാത്രിയാകുമ്പോൾ ഇക്ലി മെസ്സേജാണ് ഇവിടുത്തെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ പാലക്കാട്ടെ MLA അയക്കുന്നത്. ആ മെസ്സേജ് നിങ്ങളെല്ലാവരും കണ്ടതാണ്, ആ മെസ്സേജ് നിങ്ങളെല്ലാവരും വായിച്ചതാണ്. എന്താണ് അതിൽ എഴുതിയിരിക്കുന്നത്? മോളൂസെ ജാടയാണോ, എന്തേ മിണ്ടാത്തത്, എന്നോട് പിണക്കമാണോ? അങ്ങനെയാണ് ആ മെസ്സേജ്. എന്തേ MLA സ്ഥാനം രാജിവെക്കാൻ പറയാൻ ഇവിടെ ഇരിക്കുന്ന ആ VD സതീശന് കഴിയുന്നില്ല? മകളെപ്പോലൊരുത്തി, മകളെപ്പോലൊരു പെൺകുട്ടി എനിക്ക് പരാതി നൽകി എന്ന് പറഞ്ഞു. അങ്ങനെ പരാതി നൽകി എന്ന് പറയുമ്പോൾ ആ പരാതിയിൽ എന്തു നടപടിയാണ് ഇവിടുത്തെ VD സതീശൻ എടുത്തത് എന്നതാണ് യുവമോർച്ച ചോദിക്കുന്നത്. ഞങ്ങൾ ആവർത്തിച്ച് കേരളത്തിലെ പൊതുസമൂഹത്തിനോട് പറയുന്നു, ഇത് സൂചനാ സമരമാണ്. ഈ സൂചനാ സമരം ദേവൻ ചേരുന്നു വിവരങ്ങളുമായി. ദേവൻ, ആരുടെ നേതൃത്വത്തിലാണ് അവിടെ മാർച്ച് നടന്നിരിക്കുന്നത്? വിവരങ്ങൾ. അജിത്തിന്റെയും രജനീകാന്തിന്റെയും ഷാറൂഖ് ഖാന്റെയും എല്ലാം വ്യാജ ID കാർഡ് അടിച്ച് ജയിച്ചു വന്നതുപോലെയല്ല. ലക്ഷ്മി, BJP യുവമോർച്ച ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ VD സതീശന്റെ ഔദ്യോഗിക വസതിയിലുള്ള കണ്ടോൺമെന്റ് ഹൗസിലേക്ക് ഇപ്പോൾ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇപ്പോൾ ബാരിക്കേഡിന് മുന്നിൽ ഇപ്പോൾ മാധ്യമങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഇപ്പോൾ പ്രവർത്തകർ സംസാരിക്കുകയാണ്. VD സതീശന്റെ ഒപ്പം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന്റെയും മുഖം പതിച്ച കോലവുമായി എത്തിയാണ് ഇപ്പോൾ ഈ പ്രവർത്തകർ കണ്ടോൺമെന്റ് ഹൗസിന് മുന്നിലേക്ക് പ്രതിഷേധവുമായി എത്തിയത്. വലിയ രീതിയിലുള്ള ഒരു സുരക്ഷാ സന്നാഹം പോലീസ് ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിൽ മാർച്ച് ഒരു അക്രമ സ്വഭാവത്തിലേക്ക് കടക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ പ്രതിരോധിക്കാനുള്ള എല്ലാ സുരക്ഷാ സംവിധാനങ്ങളും ഒരുക്കിക്കൊണ്ട് തന്നെയാണ് മാർച്ചിനെ പോലീസ് പ്രതിരോധിക്കുന്നതും. ഇന്നിപ്പോൾ രാവിലെ മുതൽ തന്നെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രതിപക്ഷ നേതാവ് VD സതീശനും ഒപ്പം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനുമെതിരെ വിവിധ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ നടക്കുന്നുണ്ട്. അടൂരിലെ വീട്ടിലേക്കും ഒപ്പം തന്നെ VD സതീശന്റെ പറവൂറുള്ള വീട്ടിലേക്കും എല്ലാം തന്നെ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃത്വത്തിലുള്ള പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃത്വത്തിലുള്ള പ്രതിഷേധ മാർച്ച് നടക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് കണ്ടോൺമെന്റ് ഹൗസിലേക്കും VD സതീശന്റെ ഔദ്യോഗിക വസതിയായിട്ടുള്ള കണ്ടോൺമെന്റ് ഹൗസിലേക്കും ഇപ്പോൾ BJPയുടെ യുവമോർച്ച ഈ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കുന്നത്. ഇന്ന് രാവിലെ പോലും മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ VD സതീശൻ ഇത്തരത്തിൽ ഈ കഴിഞ്ഞ ദിവസം യുവതികളെല്ലാം രാഹുൽ മാങ്കൂട്ടത്തിനെതിരായി ഉന്നയിച്ച ആരോപണങ്ങൾ, അതിൽ തനിക്ക് പരാതികളൊന്നും ലഭിച്ചിട്ടില്ല എന്നുള്ളൊരു കാര്യമായിരുന്നു VD സതീശൻ പറഞ്ഞിരുന്നത്. മുൻപ് ഇത്തരത്തിൽ പരാതികൾ ലഭിച്ചിട്ടില്ല. ഇന്നലെ മാത്രമാണ് മാധ്യമങ്ങളിലൂടെയാണ് ഇക്കാര്യങ്ങൾ അറിയുന്നത്. അതിൻ്റെ പേരിൽ ഒരുപാട് നടപടി എടുക്കുമെന്നുള്ള കാര്യം ഇപ്പോൾ VD സതീശൻ രാവിലെ മാധ്യമങ്ങളെ കണ്ടപ്പോഴെല്ലാം തന്നെ ആവർത്തിച്ചിട്ടുണ്ടായിരുന്നു. എങ്കിൽ പോലും ഈ പരാതികളെല്ലാം തന്നെ നേരത്തെയും ഈ കോൺഗ്രസ് നേതൃത്വത്തിന് പ്രധാനമായും VD സതീശനുമെല്ലാം തന്നെ നൽകിയിരുന്നതായും തന്നെ ഈ യുവതി ഈ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ അതിനെതിരെയൊന്നും ഈ നടപടി ഉണ്ടായില്ല, അല്ലെങ്കിൽ
അല്ലെങ്കിൽ നടപടിയെടുക്കാൻ വൈകി എന്നൊരു കാര്യം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഇപ്പോൾ ഈ യുവമോർച്ച അടക്കമുള്ള പ്രതിപക്ഷ യുവജന സംഘടനകൾ ഇപ്പോൾ വി.ഡി. സതീശന്റെ വീട്ടിലേക്ക് ഇപ്പോൾ മാർച്ച് നടത്തുന്നത്. ഇവരാൽ ഇപ്പോൾ മാർച്ച് ഇപ്പോൾ വി.ഡി. സതീശന്റെ വീടിന് മുന്നിൽ തടഞ്ഞിരിക്കുകയാണ്. ബാരിക്കേഡ് കെട്ടി ഇപ്പോൾ പോലീസ് അതിനെ പ്രതിരോധിച്ചിരിക്കുകയാണ്. ഇപ്പോൾ മാധ്യമങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഇപ്പോൾ പ്രവർത്തകർ സംസാരിക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. ഏതായാലും വരും മണിക്കൂറുകളിലും വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ എല്ലാം തന്നെ പ്രതിഷേധം വി.ഡി. സതീശന്റെയും ഒപ്പം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന്റെയും എല്ലാം തന്നെ ഔദ്യോഗിക വസതികളിലേക്കും MLA ഓഫീസിലേക്കും ഒപ്പം തന്നെ വീടുകളിലേക്കും എല്ലാം തന്നെ ഈ പ്രതിപക്ഷ സംഘടനകൾ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. അതിന്റെ ഭാഗമായി വരും മണിക്കൂറുകളിൽ കടുത്ത രീതിയിലുള്ള ഒരു പ്രതിഷേധം ഈ ഒരു കാര്യത്തിൽ ഉണ്ടാകുമെന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. ഈ ആരോപണങ്ങളെല്ലാം ഉയർന്നതിന് ശേഷം മാധ്യമങ്ങളെല്ലാം വാർത്തകളെല്ലാം തന്നെ നിറഞ്ഞതിന് ശേഷം രാഹുൽ മാങ്കൂട്ടം യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനം രാജിവെച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ അത് മാത്രമല്ല പാലക്കാട്ടെ MLA സ്ഥാനം കൂടി രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ ഈ യുവജന സംഘടനകളെല്ലാം തന്നെ പ്രതിഷേധം നടത്തുന്നത്. ഇന്നിപ്പോൾ ഈ വന്നിരിക്കുന്ന മാർച്ചിലും രാഹുൽ മാങ്കൂട്ടത്തിന്റെയും MLA സ്ഥാനം രാജി ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ BJP അടക്കമുള്ള പ്രതിഷേധ പാർട്ടികളും ഒപ്പം തന്നെ യുവജന സംഘടനകളെല്ലാം തന്നെ ഈ ഒരു പ്രതിഷേധം സംഘടിപ്പിക്കുന്നത്. ഈ പാർട്ടിക്ക് അല്ലെങ്കിൽ ഈ ആരോപണങ്ങൾ ഉണ്ടായതിന് പിന്നാലെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെച്ച രാഹുൽ മാങ്കൂട്ടത്തിൽ ഇനി എന്തിന് MLA ആയി തുടരണം എന്നൊരു ചോദ്യമാണ് പ്രധാനമായും പ്രതിപക്ഷ പാർട്ടികൾ ഉന്നയിക്കുന്നത്. അങ്ങനെ പാർട്ടിക്ക് വേണ്ടാത്ത ഒരാൾ എന്തിന് ജനങ്ങൾക്ക് വേണം, പാലക്കാട്ടെ ജനങ്ങൾക്ക് വേണം എന്നുള്ളൊരു ആവശ്യമാണ് നേതാക്കൾ പ്രധാനമായും ഉന്നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ MLA സ്ഥാനം കൂടി രാജിവെച്ചുകൊണ്ട് വേണം രാഹുൽ ഈ ആരോപണങ്ങളെ നേരിടാൻ, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് വരുന്ന ആരോപണങ്ങളെ നേരിടാനും പരാതികളെ നേരിടാനും എന്നുള്ളൊരു ആവശ്യമാണ് ഇപ്പോൾ ഈ പ്രതിപക്ഷ യുവജന സംഘടനകൾ ഉന്നയിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടുള്ള പ്രതിഷേധ മാർച്ചാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് നടക്കുന്നത്. ലക്ഷ്മി.